എടി നിനക്ക് ആ കാക്കയെ കൂടെ ഇവിടെ ആ പാട്ടിലെ ആനയുടെ കയ്യിൽ നിന്ന് നെയ്യപ്പം പറ്റിച്ചോണ്ട് പോയ കാക്കനെയും അയ്യപ്പന്റെ അമ്മ ചുട്ട നെയ്യപ്പം കൊത്തിക്കൊണ്ടുപോയി കടലിലിട്ട ആ കാക്കനെ പറ്റിയിട്ടും അറിയോ? ഇല്ല. അത് രണ്ടും ഒരു കാക്ക തന്നെയായിരുന്നു. അപ്പൊ ആ കാക്ക കള്ളനായിരുന്നു. കള്ളനല്ല, കള്ളി. ആ കാക്ക കള്ളി ആയതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. അതേത് കഥ? ഈ കാക്കക്ക് ഇങ്ങനെ കട്ടെടുത്ത് തിന്നേണ്ട ആവശ്യമൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. കാരണം പണ്ട് ഭയങ്കര തലപ്പൊക്കത്തിൽ ജീവിച്ച ഒരു കുടുംബമായിരുന്നു ഈ കാക്കച്ചിക്ക് ഉണ്ടായിരുന്നത്. അതിന് തലപ്പൊക്കം വരാൻ എന്തോ അവർ അത്രയും റിച്ച് ആയിരുന്നോ? ഇല്ല, അവര് റിച്ച് ആയത് കൊണ്ടിട്ടല്ല അവർക്ക് തലപ്പൊക്കം വന്നത്. കാരണം സാധാ ഒരു കാക്കക്കൂട് മരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തലപൊക്കി നോക്കിയാൽ കാണാൻ പറ്റിയിരിക്കും. പക്ഷെ ഇവരുടെ കൂട് നമ്മ എത്ര തലപൊക്കി നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റത്തില്ല. ഇവർ അത്രയും പൊക്കത്തിൽ കൊണ്ടേയിരിക്കും ഇവര് കൂട് വെച്ചേക്കണം. അതുകൊണ്ട് ഏറ്റവും പൊക്കത്ത് കൂട് കെട്ടിയത് കൊണ്ടിട്ട് ഇവര് ഭയങ്കര തലപ്പൊക്കത്തിൽ ജീവിച്ചു വെച്ച കാക്കക്കൂടും പോലും. അപ്പൊ ആ വീട്ടിലെ ഒരേ ഒരു കാക്കച്ചി വാവയായിരുന്നു. പൊന്നുപോലെ ഇരുന്ന് ആ വീട്ടുകാരി നമ്മുടെ ഈ കാക്കച്ചി മോളെ നോക്കി വളർത്തി വെച്ചത്. അപ്പൊ അങ്ങനെ പോണ ഒരു സമയത്താണ് ഇവരുടെ മരത്തിന്റെ സൈഡിൽ കൂടെ നമ്മുടെ നായകനായിട്ടുള്ള കാക്കച്ചെറുക്കൻ പറന്നു പോണത്. ലോക്കല് കാക്കിയാണ് അവൻ ആ പ്രദേശത്ത്. അപ്പോഴാണ് നമ്മുടെ നായികനെ അവൻ കാണുന്നത്. അപ്പൊ ഇവളങ്ങനെ കണ്ട് സ്തംഭിച്ച് നിൽക്കണ നമ്മുടെ കാക്കച്ചെറുക്കൻ ഇവളെ വളക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പാട്ട് പാടണേണ്. അപ്പൊ നമ്മുടെ കാക്കച്ചെറുക്കൻ പാടണ കാക്കഗാനത്തിലോട്ട് പോവാം. കാക്കഗാനം. പാറിപ്പോകും നേരം കണ്ടു ഞാൻ കൊത്തിപ്പെറുക്കുന്ന കാക്കച്ചി, മേലെ നിന്ന് താഴെ വന്ന് കൊത്തും ഇവൾ കാക്കച്ചി വാവച്ചി. കാക്ക വീട്ടിലുള്ള കാക്കച്ചി, കണ്ണിലുണ്ണിയായ കാക്കച്ചി, തേങ്ങാപ്പൂളും കൊത്തി പോകും കാക്കച്ചിയാ. ആളെ കണ്ടാൽ ചുമ്മാ കിടന്ന് കാറും ഇവൾ, എന്നും ഞാൻ നിന്നെ തന്നെ നോക്കിക്കാറുന്നു. കൊമ്പിലിരുന്നെന്റെ കാക്കേ നീ വാടി എന്റെ കൂട്ടിൽ മുട്ടയിടുവാൻ. കാക്കച്ചക്കന്റെ പെണ്ണാണ്, കാക്കക്കൂട്ടിലെ മുത്താണ്, കാറിക്കൊണ്ടെന്നെ കൊത്തും പെണ്ണാണ്. കാക്ക വീട്ടിലെ വാവേണ്, കാക്ക തന്തയുടെ മോളാണ്, എന്റെ കൊച്ചിന്റെ കാക്കച്ചി അമ്മേണ്. എന്തൊരു കിടിലം. അപ്പൊ നമ്മുടെ കാക്കച്ചക്കന്റെ കാക്കഗാനം കേട്ടിട്ട് നമ്മുടെ കാക്കപ്പെണ്ണ് വീണ് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര പ്രേമോ ഇവര് രണ്ടുപേരും കൂടി. അങ്ങനെ പ്രണയിച്ച് ഒരു ദിവസം ഇവരുടെ പ്രണയം നമ്മുടെ കാക്കച്ചിയുടെ വീട്ടിലറിഞ്ഞതിന് ശേഷം ഈ കാക്കച്ചിയുടെ അച്ഛനാണെങ്കിൽ മഹാ അലമ്പായിരുന്നു. ഇവൻ താഴ്ന്ന ജാതിയിലുള്ള കാക്കയാണല്ലോ, ഇവനാണെങ്കിൽ തലപ്പൊക്കത്തിൽ നിൽക്കണവരും. അതുകൊണ്ട് നമ്മുടെ കാക്ക വീട്ടിൽ ഒരിക്കലും സമ്മതിക്കത്തില്ല. പക്ഷെ നമ്മുടെ കാക്കച്ചി ആണെങ്കിൽ സ്ട്രോങ് ആണ്, ട്രൂ ലവ് ആണ്. അപ്പൊ ഇനിയാണ് ആ വീട്ടില് അസാധാരണമായ മുഹൂർത്തങ്ങൾ അരങ്ങേറാൻ പോണത്. അതെന്ത് കാര്യങ്ങള്?